ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ യാത്ര കുറച്ച് ദുഷ്കരമാണ്. അങ്ങോട്ടുള്ള യാത്ര ഇനിയും മുമ്പോട്ട് നിഫ്റ്റിയുടെ യാത്ര കുറച്ച് ദുഷ്കരമായിരിക്കും. ഇനിയും ആ ദുഷ്കരം മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 24,834 ഓക്കെ, ആദ്യമേ അങ്ങ് പറയാം. 24,834 മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഫർദർ അപ്പ് മൂവ്മെൻറ്റ് നമുക്കിനി നിഫ്റ്റിയിൽ പറയാൻ പറ്റത്തുള്ളൂ. 24,834 മുകളിൽ ഡേ ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് 25,000 പിന്നെ മുമ്പോട്ട് പോകും എന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. ഒരു പക്ഷെങ്കിൽ എൻ്റെ നിഗമനം തെറ്റായിരിക്കാം. ഞാൻ ദൈവമൊന്നുമല്ല, നമ്മൾ കാണുന്നത് പറയുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് കൂലങ്കഷമായിട്ട് ചിന്തിക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ആദ്യം ഒന്ന് സംസാരിക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞത്? രാവിലെ കൃത്യമായിട്ട് ഞാൻ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിലും ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോഴും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് 24,732 താഴെ ഒരു 15 മിനിറ്റ് നേരം ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് ഒരു ഫർദർ ഡൗൺ സൈഡ് കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആ ഒന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ഇന്നത്തെ ആ പോസ്റ്റ് മാർക്കറ്റ് ഒന്ന് വിശകലനം ചെയ്യാം. ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഏകദേശം ഒരു 30 പോയിൻ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു മാർക്കറ്റിലുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ 24,732. ഇതിൻ്റെ മുകളോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളോട്ട് കൺഫർമേഷൻ 24,834, ഇല്ലേ? ഇതിന് താഴെ ഒരു 15 മിനിറ്റ് നേരം സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടൊരു ഫർദർ ഡൗൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു കാര്യം, എന്നെ ഇപ്പോൾ ഒരാൾ ചോദിച്ചു, സാർ പഠിപ്പിച്ചേക്കുന്ന 5 മിനിറ്റ് ക്യാൻഡിലിലെ ക്ലോസിങ് വരേണ്ടത്. ശരിയാണ്, ഞാൻ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ വേണം ട്രേഡ് എടുക്കാൻ. പക്ഷേങ്കിൽ എന്നും നിങ്ങൾക്ക് ബിഗിനറായിരിക്കാൻ പറ്റുമോ? എന്നും നിങ്ങൾക്ക് ശിശുവായിട്ടിരിക്കാൻ പറ്റുമോ? എന്നും നിങ്ങൾക്ക് പാൽ കുടിച്ച് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് കട്ടിയുള്ള ആഹാരം കഴിക്കണ്ടേ? എന്നും പാൽ കുടിച്ചു കഴിഞ്ഞാൽ ശിശുവായിട്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകും? ഇല്ലേ? നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ആരോഗ്യം വരണമെങ്കിൽ പാല് മാത്രം കുടിച്ചിട്ട് കാര്യമില്ല. ഇച്ചിരി കട്ടിയുള്ള ആഹാരം കൂടെ കഴിക്കണം, ഇല്ലേ? അങ്ങനെയല്ലേ? കണ്ടിട്ടില്ലേ നമ്മൾ ഈ ഒരു 6 മാസം കഴിയുമ്പം കിഴങ്ങ് അരച്ചും ചോറരച്ചും ബട്ടറൊക്കെ ചേർത്തും ഞാനൊക്കെ എൻ്റെ കൊച്ചിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ സ്പൂണിനകത്ത് കോരി കൊടുക്കും, അല്ലേ? പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി ഇഡ്ഡലി കൊടുക്കും, ഇച്ചിരി ദോശ കൊടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പം ചെറുതായിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും പാൽ കുടിച്ച് കിടക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ശരിയാണ്, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരണമെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ പഠിപ്പിച്ചു. എന്നും അതിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങുകയാണോ? അല്ലേ? കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. അവിടെ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഓരോ ദിവസവും മാർക്കറ്റിന് ഓരോരോ സിനാരിയോ ആണ്, ഇല്ലേ? അപ്പോൾ നമ്മളത് ആ സിനാരിയോ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അത് വേറൊരാൾക്കോ ഒരു ടീച്ചറിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. തീ കത്തുമ്പം വെള്ളം ഒഴിക്കണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, കറക്റ്റ്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു തീപിടുത്തം ഉണ്ടായി. നമ്മൾ ആദ്യം ചിന്തിക്കുക, തീ കെടുത്തണേ എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം, ഇല്ലേ? അപ്പോൾ തീ കെടുത്തണേ വെള്ളം ഒഴിക്കണം എന്നുള്ളത് ഒരു സാധാരണ ഒരു നിയമമാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഏതു തരം തീയാണ് നമ്മളതിനെ തിരിച്ചറിയണം, ഇല്ലേ? ഇപ്പം ഓയിൽ കൊണ്ടുള്ളൊരു തീയാണ്, അല്ലെ പെട്രോൾ വാതകം മൂലമുള്ളൊരു തീയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമാണ് ഒഴിക്കുന്നത്. അല്ല, ഒന്നുകിൽ അവിടെ ഫയർ എക്സ്റ്റിങ്വിഷർ പൗഡർ രീതിയിലുള്ള പൗഡേർഡായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിക്കും. അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ, അതിനെ കെടുത്താൻ തക്ക അനുയോജ്യമായ ഒരു സാധനമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ വെള്ളമായിരിക്കത്തില്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇല്ല? ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ തീ പിടിച്ച വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന് വേറെ പ്രതിവിധി ഇതുണ്ട്. അത് തന്നെ തീയെ അണയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, അതിന് പ്രതിവിധിയായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാധാരണഗതിയിൽ നമുക്ക് എന്താണ്, ഒരു റെസിസ്റ്റൻസിൽ വന്നു അല്ലെങ്കിൽ സപ്പോർട്ടിലെത്തി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ കുറേ നാൾ അങ്ങോട്ട് കഴിയും തോറും നമ്മൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഞാൻ എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. മാർക്കറ്റ് ഇവിടുന്ന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി പോകും. അല്ല, ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് ട്രേഡ് നോക്കാം. അങ്ങനെ ഒരു സിനാരി ഇവിടെ ഉണ്ടായില്ല. പിന്നെ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. 3 ക്യാൻഡിൽ മുകളിലോട്ട്, ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്?
മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഈ 24,732 തട്ടി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ ഇതിന് താഴെ ഒരു 15 മിനിറ്റ് നേരം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ട് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് കൃത്യമായിട്ട് 3 ക്യാൻഡിൽ ഇവിടെ ഏകദേശം 30 പോയിന്റ് ഗ്യാപ്പ് ആയി. അതിനുശേഷം ഏകദേശം ഒരു 150 പോയിന്റ്, എല്ലാം കൂടെ 150 പോയിന്റ്, 120 പോയിന്റുള്ള മാർക്കറ്റ് മുകളിലോട്ട് പോയി. നിങ്ങൾ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കിക്കേ, ഒന്ന് ഞാൻ വലുതാക്കി കാണിക്കാം. ഈ മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കിക്കേ, ഈ മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കിക്കേ, ഇവിടുന്ന് ക്ലിയർ ഒരു റിജക്ഷനാണ് ഇല്ലേ? ഇവിടുന്ന് ഒരു ക്ലിയർ റിജക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ക്ലിയർ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഉണ്ട്. ഇവിടുന്ന് എക്സ്പീരിയൻസ് ട്രേഡറിന്, അതായത് ബിഗിനർ അല്ല, എക്സ്പീരിയൻസ് ട്രേഡറിന് മനസ്സിലായി ഇവിടെ റിജക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോൾ ആ റിജക്ഷനിൽ നമ്മളൊരു ട്രേഡ് എടുക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ തൊട്ട് ഈ ലൈനിൻ്റെ തൊട്ട് 5-10 പോയിന്റ് മുകളിൽ ആയിരിക്കും നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കും. സ്റ്റോപ്പ് ലോസ് നമ്മളൊരു ട്രേഡിന് എൻ്റർ ചെയ്തു. കൃത്യമായി അടുത്ത ക്യാൻഡിൽ ഒരു ഫുൾ ക്യാൻഡിൽ ഏകദേശം ഇവിടെ എത്ര ഉണ്ട്? 719, 667, ഏകദേശം ഒരു 50 പോയിന്റ് ഒറ്റയടിക്ക് നമുക്കൊരു 50 പോയിന്റ് ഉണ്ട്. ഇതൊരു ന്യായം? ഇത് 50 പോയിന്റ് ആണോ ഇത്? 665, 700, അതെ, ഒരു 60 പോയിന്റോളം നമുക്ക് ഒറ്റ ക്യാൻഡിൽ കിട്ടി. ന്യായം, മോർ ദാൻ ന്യായമാണ് ഇല്ലേ? നമുക്ക് അവിടെ അത് ബുക്ക് ചെയ്യാം, ന്യായം പാലിച്ചവർക്ക് ബുക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ട്രേഡ് പോയി എന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ബിഗിനറാണ്, ഇവിടെ ട്രേഡ് ഇല്ല. പിന്നെ എക്സ്പീരിയൻസ് ട്രേഡറുടെ ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇല്ല, ബിഗിനറാണ്, ഇവിടെ ട്രേഡ് ഇല്ല, പോട്ടെ, വിട്ട് കളഞ്ഞു. മാർക്കറ്റ് അതിന് ശേഷം വീണ്ടും നേരെ തിരിച്ച് താഴെ വന്നു, റിവേഴ്സ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഈ റേഞ്ചിന്, നമ്മൾ പറഞ്ഞ റേഞ്ചിന് മുകളിൽ ഇല്ലേ? അടുത്തേക്ക്. അപ്പോൾ നമുക്കിവിടെ കൺഫർമേഷൻ മോളൊരു ട്രേഡ് ഇല്ല. എന്താണ് അവിടെ ഒരു നമുക്ക് നമ്മുടെ ആസ്പർ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം, സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ പഠനപ്രകാരം എന്ത് ചെയ്യാണ്? ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുകളിൽ ക്ലോസിങ് കിട്ടിയില്ല, ഇവിടെയും കിട്ടിയില്ല. വീണ്ടും ഇവിടുന്ന് റിജക്ഷൻ വന്നു. വീണ്ടും ഒരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, അവിടെയും നമുക്ക് ട്രേഡ് ഇല്ല. പോയിക്കോട്ടെ, നമുക്ക് ട്രേഡ് ഇല്ല. വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ ഈ ക്യാൻഡിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്ത ക്യാൻഡിൽ റീടെസ്റ്റ് പോലെ വന്ന് മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുത്ത് കാണും, ഇവിടെ ട്രേഡ് എടുത്ത് കാണുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇത് നിഗമനം ശരിയാണ്. ഏകദേശം ഒരു 60%, 50-75% എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഉണ്ടോ ഈ ക്യാൻഡിൽ? നിങ്ങൾ ഏകദേശം കൂട്ടി ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു. ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇല്ലേ? ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അടിച്ചെന്ന് വിചാരിക്കാം. ഇതിൻ്റെ താഴെ എവിടെയാണ്? ഇതിൻ്റെ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിച്ചു. ഒന്നുകിൽ അടിച്ചു, മുകളിലോട്ട് ട്രേഡ് എടുത്തവർക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ട്രേഡ് ഇല്ല. ഓക്കെ, ഇനി മാർക്കറ്റ് അവിടെ ശേഷം കുറച്ച് മുകളിലോട്ട് പോയി, മാർക്കറ്റ് നേരെ തിരിച്ച് റിവേഴ്സൽ വന്നു. ഈ പറഞ്ഞ നമ്മുടെ ഈ 24,732 ബ്രേക്ക് ചെയ്തു. 50-50, അപ്പുറവും ഇപ്പുറവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അപ്പുറവും ഇപ്പുറവും ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ട്രേഡ് ഉണ്ടോ? ട്രേഡ് ഇല്ല. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ട്രേഡ് ആണെങ്കിൽ അവനിവിടെ ട്രേഡ് എടുക്കും. കാരണം എന്താ? ഇവിടെ നല്ല റിജക്ഷൻ വന്നു, സെക്കൻഡ് ക്യാൻഡിലും റിജക്ഷൻ വന്നു, പക്ഷേ നമുക്ക് കൺഫർമേഷൻ ഇല്ല. ഓക്കെ, പുതിയ ആൾക്കാർക്ക് ഇവിടെ ട്രേഡ് ഇല്ല, സമ്മതിച്ചു. വീണ്ടും ഇവിടുന്ന് ഒരു റീടെസ്റ്റ് നടത്തി. നോക്കിക്കേ, ഇവിടെ മാർക്കറ്റിന് റീടെസ്റ്റ് ഉണ്ട്. നോക്കി, ഈ പേനയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ റീടെസ്റ്റ് ചെയ്ത്, ഈ റീടെസ്റ്റ് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. കണ്ടോ? ഇല്ലെങ്കിൽ ഇനി റീടെസ്റ്റ് നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റീടെസ്റ്റ് കണ്ടില്ല. ഇത് കണ്ടവർ ട്രേഡ് എടുത്ത് കാണും. റീടെസ്റ്റ് കാണാത്തവരെന്ത് ചെയ്തു? ഈ 5 മിനിറ്റിൻ്റെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ. എങ്കിലും ബിഗിനറിന് അതാ ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നു. കാത്തിരുന്ന് ട്രേഡ് എടുത്തവർക്കുണ്ടായിരുന്നു. റിസ്കി ട്രേഡേഴ്സിന് ഇഷ്ടംപോലെ ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് കാത്തിരുന്ന് പഠിച്ച ബിഗിനറിന് ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു. ഏകദേശം എത്ര പോയിന്റ്? 732, 685. അവർക്കും കിട്ടി ഒരു 50 പോയിന്റ് ഇവിടുന്ന് ഇല്ലേ? വീണ്ടും ഇവിടെ വന്നു, 50 പോയിന്റ് കിട്ടി. വീണ്ടും റീടെസ്റ്റ്, മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഓൾമോസ്റ്റ് 730 അടുത്ത് വന്ന് വീണ്ടും മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് നല്ലൊരു ഫോളോ കിട്ടി ഇല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ആ റിസൾട്ട്സ് സപ്പോർട്ട് നമ്മൾ വരച്ചിട്ടു. ഇതൊക്കെ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ നമുക്കിത് കണ്ടെത്തി വരയ്ക്കേണ്ടതാണ്. ഇവിടെ വീണ്ടും നമ്മൾ ആ ഒരു സപ്പോർട്ടിൽ വരയിട്ടു. നോക്കിയേ, കറക്റ്റായിട്ട് വീണ്ടും സപ്പോർട്ട് നേരെ തിരിച്ചു പോയി, അവിടെ പോയി റീടെസ്റ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് നേരെ തിരിച്ചായി. അപ്പം കൃത്യമായി പ്രൈസ് ആക്ഷൻ ആ സീരീസ് പഠിച്ചവർക്ക്, അത് കണ്ടവർക്ക് കൃത്യമായിട്ട് അതിൽ ഓരോരോ ഓപ്പർച്യൂണിറ്റി, ഓരോരോ പ്രാവശ്യം നിഫ്റ്റി വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് എത്ര പേർക്ക് കണ്ടെത്താൻ പറ്റിയത്. പിന്നെ റിജക്ഷൻ ക്യാൻഡിൽ ഞാൻ നമ്മുടെ സെമിനാറിൽ ഞാൻ കൃത്യമായിട്ട് പറയാം അതിനെപ്പറ്റി. റിജക്ഷൻ ക്യാൻഡിലിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ സെമിനാർ സംസാരിക്കും, ഇപ്പോൾ സംസാരിക്കുന്നില്ല, അതിന് സമയം ഒത്തിരി പോകും.
അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ ട്രേഡുകൾ അനവധി ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടെത്തി കൃത്യമായ എൻട്രിയും എക്സിറ്റും എടുത്തവർ എത്ര പേരുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത് ചൊവ്വേരെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നമ്മുടെ സെമിനാർ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഉണ്ട്. അവിടെ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി നാളെ എന്താ സംഭവം? അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വരച്ച വരകളൊക്കെ പഴയ വരകളൊക്കെ തന്നെ മതി. ഓക്കെ, പഴയ വരകൾ തന്നെ. ഇപ്പോൾ നമ്മുടെ വര അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ പറയാനുള്ളത് തന്നെ, ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. എക്സ്ട്രാ വരയ്ക്കാനൊന്നും നമുക്കില്ല. എക്സ്ട്രാ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വര നോക്കട്ടെ. ഈ ഒരു വര വേണമെങ്കിൽ വരയ്ക്കാം. അത്ര സുഖമില്ലെങ്കിലും ഈ ഒരു വര വേണമെങ്കിൽ വരയ്ക്കാം. ഈ ഒരൊറ്റ വര മാത്രം മതി, അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, ഈ ഒരൊറ്റ വര മാത്രം. ഇനി എപ്പോൾ അടുത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ഇതിന് 24,732 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കുക. ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിലേതെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇന്നൊരാൾ പേഴ്സണായിട്ട് വിളിച്ചു, സാറേ എന്താ ഇപ്പോൾ കളർ മാറ്റാതെ? എൻ്റെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, സമയമില്ലാത്ത സമയത്താണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതുപോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചാട്ടനത്തിൽ കളർ മാറ്റി വരച്ചിടാം, ഇല്ലേ? അതുപോലെ സാറ് ചെയ്തു തരണം. എന്താ പറയുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതിന് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കുക. ഇല്ല താഴെയാണ് ഓപ്പൺ ചെയ്ത്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് എന്നും പറയുന്ന കാര്യമാണ്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ തന്നെത്താൻ കുറച്ചൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് നിഫ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് വരണമെന്നുണ്ടെങ്കിൽ 24,834 കടന്ന് ഡേ ക്യാൻഡിലവിടെ ക്ലോസ് ചെയ്തെങ്കിൽ ഒരു ഫർദർ അപ്സൈഡ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് 25,000 ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ 24,560 പൊട്ടി താഴെ പോയാൽ 24,412 ഈ ഇവിടെ കിടപ്പുണ്ട് സാധനം. ഇവിടെയൊക്കെ മാർക്കറ്റ് വരേണ്ടി വരും. മാർക്കറ്റിൽ നിലവിൽ ഒരു ന്യൂസ് കറങ്ങുന്നുണ്ട്. ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡ് അതിൽ എന്തൊക്കെയോ ചെറിയ കോൺഫ്ലിക്റ്റുകളുണ്ട്. സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെയും താരിഫിനകത്തിൽ എന്തൊക്കെയോ ഒരു ക്ലാഷ് ഉള്ളതായിട്ടിങ്ങനെ വായിക്കുന്നു, ന്യൂസ് കാണുന്നു. അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ ഒന്നും വന്നില്ല. നാളെ ആകുമ്പം കറക്റ്റ് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പൊട്ടലിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നാളെ ഇത് മാർക്കറ്റിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയണം. ഓക്കെ, അപ്പം അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാനവിടെ നിർത്തുന്നു. അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എന്ത് സംഭവിച്ചേ? ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേഞ്ചിനകത്തിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, ഇല്ലേ? ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 54,884 മുതൽ 500 വരെ ഒരു 300-350 പോയിൻറ്റിൻ്റെ പൊട്ടൽ നമുക്ക് കിട്ടി. പക്ഷേ എത്ര പേര് ക്യാപ്ചർ? ഇവിടെ ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നോക്കിയേ, റീടെസ്റ്റ് ചെയ്താണ് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നത്. ഓക്കെ, അപ്പം ഇനി ഇപ്പോൾ വരയ്ക്കാനൊന്നുമില്ല. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അല്ല ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, നോക്കി മാത്രം കണ്ട് ട്രേഡ് ചെയ്യുക. മിഡ് ക്യാപ്പ് ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോവാം മിഡ് ക്യാപ്പ്. പക്ഷേ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം. ഒരു പൊട്ടൽ വന്നാൽ നല്ല രീതിയിൽ പൊട്ടും. നല്ല രീതിയിൽ ഒരു മര്യാദയില്ലാത്ത പൊട്ടലായിരിക്കും മിഡ് ക്യാപ്പിനകത്തിൽ പൊട്ടാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കണം. ഇതിന് മുകളോട്ടുള്ള ഒരു അപ്സൈഡ് വേണമെന്നുള്ളത് അടുത്ത ടാർഗറ്റ് പറയാനുള്ളത്. നോക്കട്ടെ ഒരു മിനിറ്റ്. ഒരു ശക്തമായ 12,656 ഡേ ക്യാൻഡിൽ ഒരു ശക്തമായ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിന് അടുത്തൊരു ടാർഗറ്റ് പറയാനുള്ളത് നോക്കിക്കോട്ടെ. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അടുത്തത് 12,884. ഇതൊക്കെ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കട്ടെ, ഈ ഒരു സംഭവം. ഓക്കെ, ഈ ഒരു ലൈനോടെ കിടന്നോട്ടെ. എങ്ങനെ വരച്ചു എന്ന് ചോദിക്കണ്ട. 12,872. അടുത്ത ടാർഗറ്റ് 12,872 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. ഓക്കെ, അത്രയും മാത്രമേ ഇപ്പോൾ തൽക്കാലം മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ ഈ മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കണം. ഏത് നിമിഷവും ഒരു പൊട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, 12 ഇത് വരച്ച്. ഓക്കെ, അടുത്ത ടാർഗറ്റ് 12,872. ഇപ്പോൾ 676 നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് പോൾ ഞാൻ ഇട്ടിരുന്നു. വളരെ സന്തോഷം. നല്ല രീതിയിൽ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സന്തോഷം. ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. നല്ല ഹ്യൂജ് പ്രോഫിറ്റ് എടുത്തവരുണ്ട്.
എല്ലാവരോടും സന്തോഷം മാത്രം. നിങ്ങളുടെ വിജയത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം നാളെ നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ, സുനിൽ ചേട്ടൻ പറഞ്ഞു തന്നിട്ടാണ്, ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നൊരു, അത് മാത്രമേ നമ്മുടെ ഒരു അഭിമാനം. ഇന്ന് ഇപ്പം 1-2 പേര് അല്ല ഒരു വോയിസ് നോട്ട് അയച്ച് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു വോയിസ് നോട്ട്. ഇതുപോലെ ധാരാളം വോയിസ് നോട്ട് എനിക്ക് വരാറുണ്ട്. സാറേ ഇപ്പോഴാണ് ഞങ്ങളിന്ന് പച്ച പിടിച്ച് കാണുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ലക്ഷങ്ങൾ തന്നാലും ഒരു പക്ഷെങ്കിൽ കിട്ടാത്ത ഒരു മാതിരിയുള്ളൊരു അഭിമാനമായിരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, ഇതുപോലെ ആയിക്കോളൂ നിങ്ങൾ 10 പേരോട് പറയുന്നത്. അങ്ങനെയൊക്കെ മതിയെന്നേ. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രതിഫലം ആയിട്ട് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പം പൈസ ഇന്ന് വരും നാളെ പോവും. പക്ഷെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അഭിമാനവും ബഹുമാനവും ഒക്കെ അതെന്നും നിലനിൽക്കും. എന്നും നമ്മളെ ആൾക്കാർ ഓർത്ത് വെക്കും, ഇല്ലേ? നിങ്ങളുടെ ഒരു നന്മയിൽ അല്ല ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ഉയർച്ചയിൽ നിങ്ങൾ എപ്പോഴും എന്നെ ഓർക്കുമല്ലോ. നശിച്ചു പോയാലോ, മുടിഞ്ഞവനാ എന്നെക്കൊണ്ട് ചാടിച്ചെന്നല്ല പറയത്തുള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലോ, ഓ ദൈവമേ, ആ മനുഷ്യൻ പറഞ്ഞു തന്ന വഴി ഞാൻ പാലിച്ചുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ പറ്റിയെന്ന് നന്ദിയോടെ നിങ്ങൾ ഓർക്കും. നിങ്ങൾ ഓർക്കും, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഓർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർക്കും, നിങ്ങൾ പറയുന്നവർ ഓർക്കും. അതൊക്കെ മതി. അതാണ് ഏറ്റവും വലിയ എന്താ പറയുന്നത്, മുതൽക്കൂട്ട്, ജീവിതത്തിലെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ ധാരാളം. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.